ആശങ്കയൊഴിഞ്ഞു മലയോരം. വനനിയമ ഭേദഗതി ബില്ലിന്റെ കരട് വിജ്ഞാപനമുണ്ടാക്കിയ ആശങ്ക ഒഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മലയോര ജനത. ജനങ്ങളും കർഷക സംഘടനകളും ഉയർത്തിക്കൊണ്ടുവന്ന ആശങ്കകൾ മുഖവിലക്കെടുത്ത സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് വിവിധ കർഷക സംഘടനകൾ. 2024 നവംബർ 1-നാണ് 1961 കേരള വനനിയമം ഭേദഗതി ചെയ്യുന്ന ബില്ലിന്റെ കരട് വിജ്ഞാപനം പുറത്തുവന്നത്. വിജ്ഞാപനത്തിലെ 27, 52, 63 വകുപ്പുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതുവഴി കേരളത്തിലെ വനാതിർത്തി പങ്കിടുന്ന 430 പഞ്ചായത്തുകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുമെന്നുമായിരുന്നു നിയമവിദഗ്ധർ അടക്കമുള്ളവരുടെ മുന്നറിയിപ്പ്. ഇടുക്കി ജില്ലയിൽ നിന്നായിരുന്നു ആദ്യം ഈ വിഷയത്തിൽ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നത്. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയും കേരള കർഷക സംഘവും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം മുഖ്യമന്ത്രിയെയും വനം വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കണ്ട് പ്രശ്നത്തിന്റെ ഗൗരവം ബോധിപ്പിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും വിഷയത്തിൽ ഇടപെടും എന്ന് വ്യക്തമാക്കിയിരുന്നു. ജോസ് കെ മാണി MPയുടെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് M നേതാക്കളും മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്കകൾ ബോധിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് ഭേദഗതി പിൻവലിക്കാൻ തീരുമാനിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായത്. ഈ വിഷയത്തിൽ സമരരംഗത്തുണ്ടായിരുന്ന സ്വതന്ത്ര കർഷക സംഘടനകളും സർക്കാരിന്റെ തീരുമാനത്തിൽ സന്തുഷ്ടരാണ്. ഈ ലഘുലേഖകളും അതിൻ്റെ പ്രതിസന്ധികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അയച്ചു കൊടുത്തുകൊണ്ട് അവരുമായെല്ലാം സംവാദങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ വനനിയമം നടപ്പാക്കില്ല എന്നൊരു പ്രഖ്യാപനം, വളരെ ശ്രദ്ധേയമായൊരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജനപക്ഷത്ത് നിന്നാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്ന വ്യക്തമായൊരു സന്ദേശം ഇതിലൂടെ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ കണ്ടവരോടെല്ലാം ജനങ്ങൾക്ക് ദ്രോഹകരമായതൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 1961 കേരള വനനിയമ ഭേദഗതി ബില്ലിന്റെ കരട് വിജ്ഞാപനം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു എന്ന കേരള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഏറെ സന്തോഷത്തോടു കൂടിയാണ് മലയോര ജനത സ്വീകരിക്കുന്നത്. ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.